ഗുഡ് മോർണിംഗ് ഗൈസ്, ദിസ് ഇസ് മീ CMA ലുക്മാനുൽ ഹക്കീം, നിങ്ങളുടെ കോസ്റ്റിംഗ് ആൻഡ് FM ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ കോസ്റ്റിങ്ങിൻ്റെയും അതേപോലെ തന്നെ FMൻ്റെയൊക്കെ എക്സാം സ്ട്രാറ്റജിയും അതേപോലെ തന്നെ പാറ്റേണൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് നമുക്കൊരു മിനിമം എക്സംഷൻ മേടിക്കാൻ പറ്റുക, അതാണ് നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എക്സാം പാറ്റേൺ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെയാണ് MCQ അറൗണ്ട് 30 മാർക്കിന് MCQ ചോദിക്കാറുണ്ട്, എല്ലാ പേപ്പറിനെ പോലെ തന്നെയാണ്. ബാക്കി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവൈലബിലിറ്റി 7 ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ടോട്ടൽ 98 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. 7 ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ 5 ക്വസ്റ്റ്യൻ മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, അല്ലേ? നോർമൽ. ഓക്കെ, ഇനി ഒരു മിനിമം എക്സംഷൻ സ്കോർ ചെയ്യണമെങ്കിൽ ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഇതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. സോ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ്: ഒന്ന് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ഒന്ന് മാർജിനൽ കോസ്റ്റിംഗ്, ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെൻറ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, ബജറ്ററി കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ഇത്രയും ചാപ്റ്റേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞുതരാം. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ ഒരു 7+2 7 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും കമ്പൽസറി ആണ്. ആ 7 മാർക്ക് നമ്മൾക്ക് എന്തായാലും മേടിക്കാൻ പറ്റും, ഈസി ടോപ്പിക്കാണ്, അല്ലേ? രണ്ടാമത് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് അറൗണ്ട് 30+ മാർക്കിന് നിങ്ങൾ എക്സാമിന് പ്രൊഡിക്റ്റ് ചെയ്യണം. കൺഫേം ആണ്, അത്രയും മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കും. സോ മാർജിനൽ കോസ്റ്റിംഗ് ഈസി ആണെങ്കിലും ടഫ് ആണെങ്കിലും മാർജിനൽ കോസ്റ്റിംഗ് ഇല്ലാത്തൊരു MA നമുക്ക് സ്വപ്നം കാണണ്ട, പോസിബിൾ അല്ല. മാർജിനൽ കോസ്റ്റിംഗ് പഠിച്ചേ മതിയാവും. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റിംഗ്, ബേസിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ് 14 മാർക്കിൻ്റെ ലെങ്തി ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുള്ളത്. ലിമിറ്റിംഗ് ഫാക്ടറൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ലെങ്തി ക്വസ്റ്റ്യൻ. ബാക്കിയുള്ളതൊക്കെ ബേസിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ് ചോദിക്കാറുള്ളത്. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. PV റേഷ്യോ ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കൊന്നും അല്ല, പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യലി നോട്ട് ചെയ്തത്. നമ്മൾ EVA, അതേപോലെ തന്നെ നമ്മുടെ റെസിജ്വൽ ഇൻകം, ഡ്യൂപോണ്ട് അനാലിസിസ്, ലേണിംഗ് കർവ്, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സാണ് ഡിവിഷണൽ പെർഫോമൻസിൽ വരുന്നത്. ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് മാത്രം 14 മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. 2 സ്ലോട്ട്, അതായത് A-B എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന ഡിവിഷണൽ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റും. പഠിക്കാനുള്ള എല്ലാ കണ്ടൻറ്റും വളരെ ഈസിയാണ്, ടഫ് അല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് MA. ഇൻട്രൊഡക്ഷൻ ഓഫ് MA ആഡ് ചെയ്യാനുള്ള റീസൺ, പൊതുവേ MA നിങ്ങൾക്കറിയാലോ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ പേപ്പറാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫുള്ള പിള്ളേർക്ക് തിയറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ഓഫ് MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തിയറി സെഷനാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററാണ്. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, മാനേജ്മെൻറ്റ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഈസി ആയിട്ടുള്ള തിയറി പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 7 മാർക്ക് നിങ്ങൾക്ക് കൺഫേം ആണ്. സ്റ്റഡി മെറ്റീരിയലിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് MA, 7 മാർക്ക് പക്ക തിയറി കൺഫേം ആണ്. അടുത്തത് ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോൾ അത്ര ചെറിയ ചാപ്റ്റർ അല്ല, പക്ഷേ ഇതിൽ നിന്ന് 16 to 22 മാർക്ക് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ബജറ്ററി കൺട്രോൾ ലെങ്തി ഒന്നും പറയാൻ പറ്റില്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബജറ്റ് പഠിക്കാനുണ്ട്. അതിലെ മെജോറിറ്റി ബജറ്റും ഈസിയാണ് പഠിക്കാനും. സോ ബജറ്ററി കൺട്രോൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ലാസ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. റെസ്പോൺസിബിലിറ്റി സെൻറ്ററും ഒരു പക്ക തിയറി പോർഷനാണ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബില്ല്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തിയറി പോർഷൻസ് പഠിക്കാനുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാലും ഒരു 7 മാർക്ക് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് തിയറി ആയിരിക്കും ചോദിക്കുക. ദാറ്റ് മീൻസ് ആപ്ലിക്കേഷൻ ലെവൽ പേപ്പറാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ജസ്റ്റ് 2 ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തിയറിക്ക് 14 മാർക്ക് കൺഫേം ആണ്. ഓക്കെ, സോ ബാക്കി ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചാൽ മതി. അത് മാത്രമല്ല വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഈ പറയുന്ന ഡിവിഷണൽ പെർഫോമൻസ് അനാലിസിസ് ഉണ്ടല്ലോ, ഈസി ടോപ്പിക്സ് ആണ്. നമ്മൾ EVA, അതേപോലെ ലേണിംഗ് കർവ്, ഇതൊക്കെ വളരെ ഈസിയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും വളരെ ഈസിയാണ് പഠിക്കാൻ. അഗ്രി? യെസ്. ഇനി ഒരു ബിഗ് ചലഞ്ച്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മറന്നുപോയതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ എക്സ്ക്ലൂഡ് ചെയ്തതാണ്. അതിൻ്റെ റീസൺ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വളരെ വൈഡാണ്. മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ കോൺസെപ്ഷ്യലി പഠിക്കാനുണ്ട്, അല്ലേ? പക്ഷേ ചില സമയത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ചില സമയത്ത് 16 മാർക്ക് വരെ ആ ക്വസ്റ്റ്യൻ ആവാറുണ്ട്. പക്ഷേ 7 to 14 അല്ലെങ്കിൽ 7 to 15 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ട്രെൻഡ്, അല്ലേ? പക്ഷേ
അതിൻ്റെ പകുതി പോലും പഠിക്കാനില്ലാത്ത ബജറ്ററി കൺട്രോളിൽ നിന്ന് നിങ്ങൾ എന്തായാലും ഒരു 16 to 22 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് ഈ പറയുന്ന ബജറ്ററി കൺട്രോളിനാണ്. പിന്നെ എന്തുകൊണ്ടാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആഡ് ചെയ്തത്? അതൊരു കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്ക്, ഒരു വളരെ കുറച്ച് തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 7 മാർക്ക് നിങ്ങൾക്ക് കൺഫേം ആണ്. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് MA, വളരെ കുറച്ച് തിയറി പഠിച്ചാൽ മതി, ഒരു 7 മാർക്ക് നിങ്ങൾക്ക് കൺഫേം ആണ്. ഓക്കെ, ABC അതേപോലെ തന്നെയാണ്. ആകെ നമുക്ക് തോന്നുന്നു 8-9 ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 7 മാർക്ക് കൺഫേം ആണ്. ഓക്കെ, ഡിവിഷണൽ പെർഫോമൻസ് സ്കിപ്പ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആഡ് ചെയ്തത്. മാർജിനൽ കോസ്റ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, എത്ര ലെങ്തി ആണെങ്കിലും ഇതില്ലാത്തൊന്നും നമുക്ക് പോസിബിൾ അല്ല. 30 to 35 ക്വസ്റ്റ്യൻ വരെ മാർക്കിന് വരെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് മുഴുവൻ പഠിച്ചാൽ പോലും മാർജിനൽ കോസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ സ്റ്റെക്കാണ്. സോ മാർജിനൽ കോസ്റ്റിംഗ് ഇല്ലാത്ത MA നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, സോ ഞാൻ പറയുന്നു, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 80 മാർക്ക് പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഷുവറാണത്. അതിനർത്ഥം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കേണ്ടതാണോ? അല്ല. ഇതൊക്കെ പഠിച്ച ശേഷമാണ് നിങ്ങൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലേക്ക് പോകേണ്ടത്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇത് പഠിച്ച ശേഷം മാത്രമേ നിങ്ങൾ എന്തിലേക്ക് പോകാൻ പാടുള്ളൂ? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലേക്കും പോകാൻ പാടുള്ളൂ. ഓക്കെ ആണോ? യെസ്. സോ ഇതാണ് ഞാൻ A കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇനി നമുക്ക് ജസ്റ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്, എന്നാലും നമുക്കൊരു ഏകദേശ ധാരണ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 A പോർഷൻ തിയറി ആയിരിക്കും. തിയറി എന്ന് പറയുമ്പോൾ അത് ഇൻട്രൊഡക്ഷൻ ഓഫ് MA ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു തിയറി പോർഷൻ, മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൻ്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്. അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് 7 മാർക്ക് കൺഫേം ആണ്. ഓക്കെ, അതിൽ B പാർട്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിലെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു 7 മാർക്കിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ പറയേണ്ട കാര്യമില്ല, അതെന്താണ്? MCQ ആണ്, 30 മാർക്കിൻ്റെ MCQ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു എൻറ്റയർ ക്വസ്റ്റ്യൻ ആയിരിക്കും, 14 മാർക്കിൻ്റെ ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 4 അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് ആയിരിക്കും, അതിൻ്റെ A പാർട്ട്, അതിൻ്റെ B പാർട്ടും മാർജിനൽ കോസ്റ്റിംഗ് തന്നെ ആയിരിക്കും. ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി, ഇത് ആപ്ലിക്കേഷൻ ലെവൽ ആയിരിക്കില്ല, കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ B പാർട്ടിൽ ഒരു പോസിബിലിറ്റിയും കൂടിയുണ്ട്, മാർജിനൽ കോസ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ പ്രൈസിംഗ് കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ 90% പോസിബിലിറ്റി എന്തിനാണ്? മാർജിനൽ കോസ്റ്റിങ്ങിനാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ സ്പെഷ്യാലിറ്റി, ബജറ്റിങ്ങിലെ 14 മാർക്കിൻ്റെ സിംഗിൾ സ്ലോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 6 A പാർട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയിരിക്കും, B പാർട്ട് വീണ്ടും ബജറ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഉള്ള ഓപ്ഷൻ B പാർട്ട് എന്തായി മാറും? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. പിന്നെ ഒരു റയർ ഓപ്ഷനും കൂടെ ഞാൻ പറയാം. ബജറ്റിങ്ങിന് പകരം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് 14 മാർക്കിൻ്റെ സിംഗിൾ സ്ലോട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ 14 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. ഈ 14 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് അതിൽ മെറ്റീരിയൽ വേരിയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കും മെജോറിറ്റി പോസിബിലിറ്റി. അങ്ങനെ 14 മാർക്കിൻ്റെ 2 സ്ലോട്ട് ആയിട്ടുള്ള എക്സാമിന് ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 6ഉം. ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 6ഓട് കൂടെ ബജറ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ഫുള്ള് കംപ്ലീറ്റ് ആവും. ക്വസ്റ്റ്യൻ നമ്പർ 5ലും 6ലാണ് നിങ്ങളത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഷണൽ പെർഫോമൻസ് അനാലിസിസ് ആണ് കൂടുതലും വരാറുള്ളത്. അതിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിക്കണം, EVA മാത്രം പഠിക്കരുത്. EVAയും ലേണിംഗ് കർവും ഡ്യൂപോണ്ടാണ് ഞാൻ കുറച്ചും കൂടി അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിലെല്ലാം പഠിക്കണം. റെസിജ്വൽ ലിങ്ക് ഉണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, എല്ലാം വളരെ ഈസിയാണ്. കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ആ എൻറ്റയർ ടോപ്പിക്ക് പഠിക്കുക. ഈ പറയുന്ന 14 മാർക്ക് അഷ്വർ ചെയ്യുക. ഇതെന്തായാലും കിട്ടുന്ന ഉറപ്പ് വരുത്തുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 A പോർഷൻ ഡെസിഷൻ തിയറിയാണ്. ഡെസിഷൻ തിയറി എന്ന് പറയുന്ന സമയത്ത് ഡെസിഷൻ തിയറി ചോദിക്കാം, ഡെസിഷൻ ട്രീ ചോദിക്കാം, പ്രോബബിലിസ്റ്റിക് ബജറ്റ് ചോദിക്കാം. ഈ ചാപ്റ്റേഴ്സൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സബ് ചാപ്റ്റേഴ്സ് ആണ്, ടോപ്പിക്സ് ആണ്. അതൊക്കെ ഡെസിഷൻ തിയറിയിൽ ഇൻക്ലൂഡഡ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8B വീണ്ടും തിയറി ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അതിൽ നിന്ന് ഒരു തിയറി ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം. അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ B പാർട്ടായിരിക്കും വരിക. ഇതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന സ്ലോട്ടുകളിൽ ചെറിയ ചേഞ്ചസ് വന്നാൽ പോലും ഈ പറയുന്ന സെഷൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു മിനിമം സ്കോർ, ഒരു എക്സാംഷൻ ലെവലിലേക്കുള്ള സ്കോർ നിങ്ങൾക്ക് എന്തായാലും മേടിക്കാൻ പറ്റും.
അതാണ് നമ്മുടെ കൺഫർമേഷൻ. ഇത് വെച്ച് നിർത്തണം എന്നാണോ? ഒരിക്കലുമല്ല. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ചാപ്റ്റേഴ്സിനാണ്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും മികച്ച സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സിലാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് ഈ ചാപ്റ്റേഴ്സാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് മിനിമം ഒരു 75 to 80 അല്ലെങ്കിൽ 80 to 85 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ പറയുന്നത്. സോ ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക, ശേഷം മാത്രം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണെങ്കിലും ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ ആണോ? സോ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.